ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ മുദ്രാവാക്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ബി. മൂന്നാം തവണയും മോദി സർക്കാർ, ഇത്തവണ 400-നപ്പുറം എന്നതാണ് മുദ്രാവാക്യം. മോദി പ്രഭാവം മുൻനിർത്തി 400 സീറ്റ് നേടി അധികാരത്തിൽ തുടരാനാണ് ബി ലക്ഷ്യമിടുന്നത്. ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും അതിന് വിശദാംശങ്ങൾ. ആർ കെ, മാറ്റമില്ല, മോദി തന്നെയാണ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബി മുഖമെന്ന് വ്യക്തമാക്കുന്നു. ആ രീതിയിലുള്ള മുദ്രാവാക്യം തന്നെ പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നു. വിവരങ്ങൾ. മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ് ഇന്നലെ ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്ത് നടന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 150-ലധികം നേതാക്കന്മാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ അടക്കമുള്ളവരും ഈ യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. യോഗം കൈക്കൊണ്ട തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുദ്രാവാക്യം നിശ്ചയിച്ചു എന്നുള്ളതാണ്. തീസരി ബാർ മോദി സർക്കാർ, അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് അസംബ്ലി, ലോക്സഭാ തലങ്ങളിൽ കൺവീനർമാരെയും കോ കൺവീനർമാരെയും പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നു. എല്ലാ ഇടങ്ങളിലും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഏകോപന സംവിധാനം ഉണ്ടാകും. അത് പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തെ പ്രതിദിന സംവിധാനവുമായി ചർച്ച ചെയ്യുന്ന വിധത്തിലായിരിക്കും. അങ്ങനെ വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളും ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബി.ജെ.പി വിജയിക്കാത്ത മണ്ഡലങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രചരണമാകും ഉണ്ടാവുക. അങ്ങനെയുള്ള 140 മണ്ഡലങ്ങളിൽ 100 ഇത്തവണ വിജയിക്കണം എന്നുള്ളതാണ്. ആ പട്ടികയിൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ വലിയ പ്രചരണമാണ് ബി.ജെ.പി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ ഈ രാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടനത്തിനോട് അടുത്ത ദിവസങ്ങളിൽ ബി.ജെ.പി പ്രസിദ്ധീകരിക്കും. അത്ര വേഗത്തിൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.